ഞാൻ ഇതേപോലെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് നാഷണൽ മീഡിയ പലപ്പോഴും ഇതേപോലെയുള്ള ഇൻസിഡന്റ് സംഭവങ്ങളും അവർ റിപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ ഇത് പോയി കഴിഞ്ഞ് പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ കൂടെ വലിയ തരംഗമാകുമ്പോൾ പിന്നെ നാഷണൽ മീഡിയയും അവിടുത്തെ ലോക്കൽ മീഡിയയും ഇതിൽ വാർത്തയാക്കും. കാരണം സോഷ്യൽ മീഡിയ വളരെ പവർഫുള്ളാണ്. എന്താണ് സംഭവം? ഇത് സംഭവിക്കുന്നത് മധ്യപ്രദേശ്. അവിടെ ഭരിക്കുന്ന BJP ആണ്. അതിൻ്റെ വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് ഗുജറാത്തുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഏരിയയാണ് ചോബ ഡിസ്ട്രിക്ട്. ഏറ്റവും കൂടുതൽ ആദിവാസികളാണ്. അപ്പം ഇതിൻ്റെ വില്ലേജിൽ അവിടെയുള്ള ഒരാളുടെ പേരാണ് റാംജി തോമർ, ആദിവാസിയാണ്. അപ്പം അയാള് റോഡിൽ കൂടെ വരുന്ന സമയത്ത് അയാളെ തടഞ്ഞു നിർത്തുന്നു. വില്ലേജ് റോഡാണ്. എന്നിട്ട് അയാളെ ക്രൂരമായിട്ട് ഒരു 4 പേർ ചേർന്ന് മർദ്ദിക്കുന്നു. അപ്പം മർദ്ദിക്കുന്ന 4 പേരിൽ ഒരാൾ മർദ്ദിക്കുന്ന ഒരു ഡോംഡി എന്ന് പറയുന്ന ആളും അയാളുടെ പിതാവും ഉണ്ട്. വേറെ 2 പേരുണ്ട്. ഇപ്പൊ ആ മർദ്ദിക്കുന്ന വീഡിയോ അവർ തന്നെ എടുത്തിട്ട് അവർ സോഷ്യൽ മീഡിയയിലിട്ടു. പിന്നീട് അത് വൈറലായി പലയിടത്തും പോയി പല ആൾക്കാർ കണ്ടു. പിന്നെ അതിൻ്റെ കൂടെ മറ്റുള്ള ആൾക്കാരെടുത്തു. അപ്പം ഈ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ രാജീവ് തോമർ എന്ന് പറഞ്ഞ ആളിനോട് അവരാവശ്യപ്പെടുന്നത് ജയ് ശ്രീറാം വിളിക്കണം. അതിൻ്റെ പേരിലാണ് അടിക്കുന്നത്. ശരിക്കും അടിക്കുകയാണ്. അപ്പൊ ഇത്ര ക്രൂരമായിട്ട് അടിച്ചിട്ട് പോലും ഈ രാജീവ് ധൊമർ അയാൾ പറയുന്നു അയാളെ കൊന്നാലും അയാൾ ജയ് ശ്രീറാം വിളിക്കത്തില്ല, അയാൾ ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്. ഇതാണ് കഥ. അയാൾ വിളിച്ചില്ല. അവസാനം അടിച്ചവർ തന്നെ അയാൾ ഇട്ടിട്ട് പോയി. അയാൾ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. പോലീസ് ആ കേസ് എടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ അടി കൊടുത്തവരും പോയി അതിനുശേഷം കേസ് കൊടുത്തു. അവർക്ക് അനുകൂലമായിട്ടും കേസ്, 2 കൂട്ടർക്ക് അനുകൂലമായിട്ട് കേസെടുത്തു. അത് പോലീസ് അന്വേഷിക്കട്ടെ. അറസ്റ്റൊന്നും നടന്നില്ല. എന്താണ് ഇതിൻ്റെ കഥ? ഈ രാജീവ് ധൊമർ എന്ന് പറയുന്ന ആളെ ജൂലൈ 7-ാം തീയതി ഇതേപോലെയുള്ള ആൾക്കാർ, ഈ ഒരു കൂട്ടർ, ഇവരുടെ കൂടെ ഉള്ള ആൾക്കാർ, ബജറാങ് ദളുകാര് ഇയാളുടെ വീട്ടിൽ പോയി ഇയാളുടെ പിതാവിനെ കൊണ്ടുപോയി. എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുന്നു എന്നും പറഞ്ഞ് കേസെടുത്തിട്ട് ഇവരെ ഏകദേശം 10-20 ദിവസം ജയിലിലിട്ടു. അത് കഴിഞ്ഞ് ഇവർ ജയിലിലിറങ്ങി. പക്ഷേ ഇവരൊരു കാരണവശാലും ഈ പറയുന്ന ബജറാങ് ദളുകാരും അവിടുത്തെ BJPക്കാരും പറയുന്ന രീതിയിലോട്ട് പോകാൻ തയ്യാറായില്ല. അവരവരുടെ പ്രയറും പ്രാർത്ഥനയായിട്ട് ആ വില്ലേജിൽ അത് ആ രീതിയിൽ അവർ പോയിക്കൊണ്ടിരുന്നു. അതായത് അവർ പറഞ്ഞ അവരവരുടെ വിശ്വാസം പെടുത്തില്ല, നിങ്ങൾ അടിക്കുകയോ പിടിക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്താൽ. കാരണം അവർ ജീവിക്കുന്ന ജനാധിപത്യ ഇന്ത്യയിലാണ്. അവർക്ക് എന്തും വിശ്വസിക്കാനും ആരാധിക്കാനും പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് അവർ പറഞ്ഞത്. ഈ പറഞ്ഞ അടി കൊടുക്കുന്ന 2 ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണാം. അവരുടെ പിതാവ് അവിടുത്തെ സർപഞ്ചാണ്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതായത് അവിടുത്തെ ഈ പറയുന്ന ആദിവാസി ഇടയ്ക്കുള്ള അതിൻ്റെ അപ്പറായിട്ടുള്ള ഗ്രൂപ്പിൽപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അവർക്ക് ഒരു കാരണവശാലും ഇവർ ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിലോട്ട്, ഏത് വിശ്വാസം ആയിക്കൊള്ളട്ടെ, ഇസ്ലാം ആയിക്കൊള്ളട്ടെ, മറ്റേത് വിശ്വാസം ആയിക്കൊള്ളട്ടെ, അതിലോട്ട് പോകാൻ ഇവർക്ക് താല്പര്യമില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം വോട്ട് ബാങ്കാണ് ഈ പറയുന്ന ഈ ഹിന്ദുത്വ വോട്ട് എന്ന് പറയുന്നത്. അതായത് ആദിവാസികളുടെ ആ ഒരു രീതിയിലുള്ള വോട്ട്. അതതിൻ്റെ കാര്യം. കാരണം ഇവർ പോയി കഴിഞ്ഞാൽ നാളെ ഈ വോട്ട് കിട്ടത്തില്ല. ഇവരൊന്നും അതിൻ്റെ നേതാക്കന്മാരായിട്ട് ഇവർ അംഗീകരിക്കത്തില്ല. നീ മനസ്സിലാക്കോ, ജാബോ എന്ന് പറഞ്ഞ ആ വില്ലേജിൽ അവിടെ ക്രിസ്ത്യൻ മിഷൻ വർക്ക് നടക്കുന്നുണ്ട്, ഗോസ്പൽ നടക്കുന്നുണ്ട്, ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യം. അവിടെ ഹോം ചർച്ചുണ്ട്, സ്കൂളുണ്ട്, ചെറിയ ക്ലിനിക്കുണ്ട്. അതായത് ആദിവാസികളെ മാറ്റിയെടുക്കുന്നു. അപ്പം
നിർബന്ധിച്ച് ഇങ്ങനൊരു സംഭവം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് നേരത്തെ ആണെങ്കിൽ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ഇതേപോലെ വന്ന് അടിക്കുകയും പിടിക്കുകയും പോലീസ് അറസ്റ്റും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ ജയ് ശ്രീറാം എന്ന് വിളിച്ചേനെ. അത് ആദിവാസി കമ്മ്യൂണിറ്റി അല്ലയോ? കാരണം അവരെ വിരട്ടാൻ സാധിക്കും. കാരണം അവരിങ്ങനെ ജോലി ചെയ്തും വളരെ പട്ടിണിയും പരിവട്ടമായിട്ട് ജീവിക്കുന്നവരൊക്കെ. പക്ഷേ ഇവിടെ രാജീവ് ധൊമാർ എന്ന് പറഞ്ഞയാൾ അവിടെ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാനത് വിളിക്കില്ല. എന്നിട്ട് അയാളുടെ ഭാര്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വേറൊരാൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അവർ പറയുന്നുണ്ട്, ഒരാളെ പോലും അവരും അവരുടെ കൂട്ടരും കൺവേർട്ട് ചെയ്യാനോ ഒന്നും അവർ പ്രയർ നടത്തുന്നുണ്ട്. അത് കുറച്ച് നാളുകൊണ്ട് നടത്തുന്നുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ഈ കൂട്ടർ വന്ന് ഇവരെ ശല്യം ചെയ്യുന്നുണ്ട്. അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ കൂട്ടം ആളുകൾ കൂടുതലുണ്ട്. 7 जुलाई को झूठा धर्म परिवर्तन का केस लगाया था, तो जेल में गए थे ये। तो FRY भी हुई थी, तो जेल में रहकर 24 दिन रहा और जमानत मिल गई, तो ये घर पे आ गए थे। और फिर अभी 8 दिसंबर को फिर से ये अभी रत्नाली गए थे, तो वापस आ रहे थे, तो रास्ता में गाड़ी रुका के दिलीप मेड़ा ने और चैन सिंह मेड़ा ने दोनों ने मारकूट किया, मारकूट कर कर और धमकी दी है और जबरदस्ती नारा लगवाया। नारा लगवा के उसने फिर दोनों ने बहुत मारा. മനസ്സിലാക്കുക, ഈ സംഭവം ഉണ്ടായ ശേഷം ഇയാളും അവിടുന്ന് വളരെയധികം 100-200 പേര് ഒരുമിച്ച് പോയിട്ടാണ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലിരുന്ന് പ്രതിഷേധിച്ചിട്ടാണ് ഇവർ ഈ പരാതി കൊണ്ട് കൊടുക്കുന്നത്. ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ഒരു ലോക്കൽ ചാനൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോലീസിന് നിവർത്തിയില്ല, എടുത്തേ മതിയാവത്തുള്ളൂ. അവിടെ അതിൻ്റെ അകത്ത് ഞാൻ ഈ പറയുന്ന 2-3 കാര്യങ്ങളായിട്ട് പ്രധാനപ്പെട്ടത്. അതായത് ഇവരൊന്നിക്കാൻ തുടങ്ങി. അതായത് ഈ പറയുന്ന ബജരാംഗ് ദളും ഈ സംഘപരിവാറിൻ്റെ ജാടയും ഡ്രാമയൊന്നും പഴയ പോലൊന്നും ഫലിക്കത്തില്ല. നേരത്തെ ഇങ്ങനൊന്നുമല്ല. നിങ്ങൾ ഈ ബീഫുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളിലും നിങ്ങൾ കണ്ടു കാണും, ഈ മുസ്ലിങ്ങളെ കൊണ്ട് ജയ് ശ്രീറാം വിളിക്കുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമതിനവരങ്ങ് വിളിക്കും. അവർക്ക് ശരിക്കും ഭയവാ ബേസിക്കലി. അതെല്ലാവർക്കും അറിയാവുന്ന വസ്തുത. പക്ഷെ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ആദിവാസികളുടെ ആണെങ്കിലും ദളിറ്റ്സ് ആയിട്ടുള്ളവർ അവരുടെ വിശ്വാസത്തിൽ അവര് ഈ പറഞ്ഞ പഴയ വിരട്ടൊന്നും നടക്കത്തില്ല. കാരണം അവരും മാറി, ഇന്ത്യ മാറി, അവരും മാറി, അവർക്കും ഐഡന്റിറ്റിയായി. ഇവന്മാർ ഈ പറഞ്ഞ 2 അടിയും ബഹളവും ജയിലിലിട്ടാലൊന്നും ഇവർ മാറുന്നൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തേത് പുതിയ ഇന്ത്യ, പഴയ ഇന്ത്യയല്ല. ആ പുതിയ ഇന്ത്യയെ ജീവിക്കുന്ന ആദിവാസികളും ദളിറ്റ്സിനും അവരും തിരിച്ചു ചെയ്യും. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഇതേപോലെ ദളിത് കമ്മ്യൂണിറ്റി ഇതേപോലെ അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന്? കേൾക്കാത്ത സംഭവം. കാരണം വലിയ പേടി അവർ പോകാറില്ല. കാരണം സർപ്പഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ പറയുന്ന അവർ കേട്ട് പറഞ്ഞ് അവരെന്ത് പറയുന്നത് അത് കേട്ടിരിക്കണം. പക്ഷേ ഇവിടെ നേരെ വിപരീതമുണ്ടായി. അവരവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, ഇവർക്കെതിരെ കേസെടുത്തു. പിന്നെ അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം അവർ ഭരിക്കുന്ന BJP ആണ്. പിന്നെ അവിടെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്, സംഘ് പരിവാറിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവരവരുടെ രീതിയിൽ കൗണ്ടർ പെറ്റീഷന് കൊടുത്തു, നിർബന്ധിത മതപരിവർത്തനം. പക്ഷേ സംഭവം ഉണ്ടായത് ആദിവാസി കമ്മ്യൂണിറ്റിയിൽ ഈ അടുത്ത വീഡിയോ അങ്ങ് വൈറലായി. അതായത് മധ്യപ്രദേശിൽ നിന്നൊക്കെ വൈറലായി. പോലീസും പെട്ടുപോയി. അതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞ് പെട്ടെന്ന് അവർക്ക് ഇതിനെ ആക്ഷൻ എടുക്കുക, അറസ്റ്റ് ചെയ്യും. അപ്പോൾ അവരെ തപ്പി അടക്കി കഴിഞ്ഞപ്പം ഈ അടിച്ചവരും സർപ്പഞ്ചും കിർപ്പഞ്ചും ഒക്കെ അങ്ങ് മുങ്ങി. അതായത് ഞാൻ പറയാൻ വരുന്നത്, പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യ. പുതിയ ഇന്ത്യയിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ പ്രതികരിക്കും. കാരണം ഈ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടി. അവർ നിങ്ങൾ ഈ പറഞ്ഞ് നിർബന്ധിച്ച് അടിച്ച് പിടിച്ച് ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ പറയത്തൊന്നുമില്ല. നിങ്ങൾക്കറിയാം, സാമുവൽ കമലേഷൻ ലെഫ്റ്റനന്റ്, അയാൾ അവസാനം സുപ്രീം കോർട്ട് വരെ പോയി. അയാൾ പറഞ്ഞു, ഞാൻ അയാളെ യൂണിറ്റും ആർമിക്കൊക്കെ കൂടെ നിൽക്കാം, പക്ഷെ പൂജ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. ബേസിക്കലി നമുക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതായത് പുതിയ ഇന്ത്യ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് നിർബന്ധിപ്പിച്ച്
ഒരു കാരണവശാലും ആരെയും എന്നും ചെയ്യിക്കാം, അട്ടിക്കാം, പിടിക്കാം, തൊഴിക്കാം, ജയിലിലിട്ടാലും അവരെടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ നിലപാടാണ്. അതിനെ തകർക്കാൻ ആര് വിചാരിച്ചാലും, ഏത് സംഘപരിവാറാണ് ബജരാങ്ങൾ വിചാരിച്ചാലും അതൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നടന്നേനെ. എൻ്റെ കാര്യം എന്താ, ഈ പറയുന്ന രാജീവ് ധോമർ അയാളുടെ അവിടെ ചെന്നപ്പോൾ അയാളെ കൂടെ പോകാൻ ആൾക്കാരുണ്ട്, സംഘടിക്കാൻ ആൾക്കാരുണ്ട്. എന്നിട്ട് അറിയാൻ സാധിച്ച ഈ അടി കൊടുത്തവന്മാർ പിന്നെ അവരുടെ ആ വില്ലേജിലോട്ട് പോകാൻ പേടിയായി അവർക്ക്. കാരണം അവരും പ്രതികരിക്കുമെന്ന രീതിയിലോട്ടായി. ഇതാണ് പുതിയ ഇന്ത്യ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം എനിക്കിഷ്ടമുള്ള വിശ്വാസം എനിക്ക് വിശ്വസിക്കാം, പക്ഷേ എന്നെ നിർബന്ധിച്ച് ഇത് ചെയ്യിക്കണം, അത് ചെയ്യിക്കണം എന്ന് പറഞ്ഞിരുന്നൊരു സമയമൊക്കെ പോയി. നിങ്ങൾക്ക് ഐസൊലേറ്റഡ് ആയിട്ട് അവിടെ ഇവിടേക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായേക്കാം, പക്ഷെ പ്രതികരിക്കും. ഇവരൊന്നാകും. അതായത് പഴയ കാലമല്ല ഇന്നത്തെ കാലം, പ്രതികരിച്ചിരിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജോബോവിൽ ജില്ലയിൽ മധ്യപ്രദേശിൽ നമ്മൾ ഈ കണ്ടത്.